ഹലോ ഗൈസ്, അപ്പോൾ ദേ ഇന്ന് ഞങ്ങളുടെ ഒരു ഈവനിങ് റൊട്ടീനാണ് നിങ്ങൾ ഈ കാണുന്നത്. കോളേജൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ദേ വെള്ളം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എൻജോയ് ചെയ്ത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വെള്ളത്തിൻ്റെ വരവ് കുറച്ച് ഫോഴ്സ് കൂടുതലായിപ്പോയി. അതിൻ്റെ ആഘാതമാണ് ഈ കാണുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്നത്തെയും പോലെ ദേ ചായയും സ്നാക്സൊക്കെ കഴിച്ചിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ദിവസവും ഉള്ളൊരു സമ്പ്രദായമാണിത്. പിന്നെ ഇന്നത്തെ ചായ മനോജിൻ്റെ വകയാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ അവൾ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ കൊള്ളാം, അത് ഇച്ചിരി കുറവുണ്ട്, ഇത് ഇച്ചിരി കുറവുണ്ടെന്നൊക്കെയാണ്. പക്ഷേ എന്നാലും നല്ല ചായ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിച്ചു ഒന്ന് പഠിക്കാമെന്ന്. കാരണം നാളെ കുറേ പഠിക്കാൻ വേണ്ടിയിട്ട് കോളേജിൽ നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ പഠിച്ചുകൊണ്ട് പോയില്ലെങ്കിൽ നല്ല പണി മേടിക്കും. അപ്പോൾ ഞങ്ങളത് പഠിക്കാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ്. പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ദേ കേൾക്കുന്നു ഫുഡിനുള്ള വിസിൽ. അപ്പോൾ ഇന്നത്തെ ഫുഡെന്ന് പറയുമ്പോഴത്തേക്കും എഗ് റൈസും ടൊമാറ്റോ സോസുമാണ്. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ആയിത്തയുടെ റൂമിലോട്ട് പോയി കുറച്ച് നേരം വർത്താനമൊക്കെ പറയാമെന്ന് വെച്ചിട്ട് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറേ നേരം നമുക്ക് റൂമിലോട്ട് വേറെ പോയി ഇരിക്കാൻ പറ്റില്ല. അതേ ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോൾ മനോജിൻ്റെ അമ്മൂമ്മ ഇട്ട് കൊടുത്ത ഒരു സ്പെഷ്യൽ ഉപ്പിലിട്ടതുണ്ട്. അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യം തന്നെ എടുത്തിട്ട് ദേ ആനിക്ക് കൊടുക്കുവാണ്. ആനിയുടെ എക്സ്പ്രഷനും ആ ഒരു ഇതൊക്കെ നമുക്കൊന്ന് കാണാം. അതൊന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം. ദേ ഈ കാണിക്കുന്ന ഉള്ളിൽ നിന്ന് വരുന്നതാണ് കേട്ടോ, പുറമേ ഇടുന്നതൊന്നും അല്ല. കാരണം നല്ലതായിട്ട് പുളിയും ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ദേ അടുത്ത മനോജ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവളുടെ അമ്മൂമ്മ ഇട്ടായതുകൊണ്ട് ഡെയിലി കഴിച്ച് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും അവൾക്കത് ഇഷ്ടമായി. ഞങ്ങളെല്ലാവരും ദേ എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കുകയാണ്. കാരണം നാളെ വയറിന് പ്രശ്നമൊന്നും വരല്ലോ. ദേ അവർ രണ്ടുപേരും കിടന്നു. ദേ മനോജ് നേരത്തെ ഫ്ലാറ്റായി.